ഇന്ന് നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അതിനായി പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ആവശ്യമുള്ളത് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയാണ്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ കുക്കറിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 ഉള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഉപ്പ് എന്നിവ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെ കളർ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്ത് അതിലേക്ക് 2 തക്കാളിയും 2 പച്ചമുളകും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എല്ലോട് കൂടിയുള്ള ചിക്കനാണ്. ഈ ഒരു മസാലയിലേക്ക് ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് എല്ലോട് കൂടിയുള്ള ചിക്കനാണ്. അപ്പം അതും ഈ ഒരു മസാലയിലേക്ക് ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില എന്നിവ കൂടി മിക്സ് ചെയ്ത് ഈ കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി തന്നെ നമുക്കിത് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതിലേക്ക് പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ, കുറച്ച് കറിവേപ്പില എന്നിവ വറുത്ത് നമുക്ക് ഈ തേങ്ങ അതിലേക്കിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കളർ ചേഞ്ച് ആവുന്നത് വരെ നന്നായി ഇതൊന്ന് വറുത്തെടുക്കുക. ഈ ഒരു പാകമാകുന്ന സമയത്ത് നമുക്കതെടുത്ത് മാറ്റി വെക്കുക. ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കപ്പ. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനായി 2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ 2 വിസിൽ ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് കപ്പ ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് നമ്മുടെ ചിക്കൻ കറി മാറ്റി വെച്ച് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ച കപ്പ ഈ ഒരു കറിയിലിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വറുത്ത് വെച്ച തേങ്ങ കൂടി ഇതിലേക്കിട്ട് വീണ്ടും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഈ ഒരു പാൻ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീട്ടിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.